ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് നമ്മളെ കണ്ടത്തിലേക്ക് പോക്കാന്ന്. കണ്ടം മീൻസ് വയൽ. നമ്മൾ ചെറുത് മുതലേ കളിച്ച് വളർന്ന് അവിടെയുള്ള തോട്ടിലും വെള്ളത്തിലെല്ലാം കളിച്ച് വളർന്ന് അന്നേരം ഫുള്ള് തള്ളി മറിച്ചിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും പിന്നെ എൻ്റെ 2 കസിൻസും കൂടി ഉണ്ട്, പിന്നെ എൻ്റെ മോളും. പിന്നെ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഞാൻ നടന്നു പോകുന്ന സ്ഥലത്തെല്ലാം ഫുള്ളായിട്ട് വെള്ളം, മുട്ട് വരെ വെള്ളം ഉണ്ടാവും. അതായത് ഈ തോട് നിറഞ്ഞു ഒഴുകിയിട്ട്. ഇപ്പം കഴിഞ്ഞതിൻ്റെ അപ്പുറത്തെ കൊല്ലം തോടൊന്ന് കുഴിച്ച് കെട്ടീനി. അതായത് കുഴിച്ച് സൈഡ് കരിങ്കല്ലെല്ലാം വെച്ച് കെട്ടിയോണ്ട് തന്നെ വെള്ളം അത്രക്കൊന്നും പൊങ്ങിയിട്ടില്ല. അല്ലെങ്കിൽ ഈ തോട് നിറഞ്ഞ് നമ്മളെ ആ സൈഡിലുള്ള വീട് എല്ലാം ഈ വെള്ളത്തിലേനും ഉണ്ടാകൽ. പിന്നെ ഈ മഴക്കാലത്ത് കുടയെല്ലാം എടുക്കാണ്ട് പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെല്ലാം അഡ്ജസ്റ്റ് ചെയ്യേണ്ടെല്ലാം വരും. 3-4 മഴ നല്ല ശക്തിയായിട്ട് തന്നെ പെയ്ത് എല്ലാം നിന്നുകൊണ്ട്. പിന്നെ മോളെ തല നനക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപ്പിലെ ചപ്പ് കിട്ടിയാൽ അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. പിന്നെ ഇത്രയും ഒഴുക്കുള്ള വെള്ളത്തിൽ ഓന് നീന്താൻ കളിച്ചിട്ട് ഓനിക്കൊരു പക്ഷിലും പറ്റുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് സമയം അവിടെ കളിച്ചിട്ട് മഴയെല്ലാം ഒന്ന് കുറഞ്ഞേരം ഒന്ന് വെറുതെ നടക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ഇറങ്ങുന്നതാണ്. ഇത് ഈ സൈഡിൽ കാണുന്നതാണ് ആണി മീൻസ് ചെറിയ തോടുണ്ടാവുമല്ലോ, അതിന് നമ്മളെ നാട്ടിൽ ആണി എന്ന് പറയാം. പിന്നെ ഒരു തേങ്ങയെല്ലാം കിട്ടിനേനു നമുക്ക് തോട്ടത്ത്, അതെല്ലാം ഒന്ന് കല്ലിനെല്ലാം കുത്തി പൊട്ടിച്ച് അതെല്ലാം കഴിച്ച് വന്ന്. ഈ സൈഡിൽ ആണിയെല്ലാം കൊണ്ട് തന്നെ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആണിൻ്റെ സൈഡിലെല്ലാം വെള്ളം കയറിയിട്ട് പൊതിർന്നിട്ടുണ്ടാവും. അപ്പോൾ നടക്കുമ്പോൾ എന്താവും, പൂണ്ട് പോവും. പിന്നെ കുറേ പൂണ്ട് നമ്മൾ നടന്ന് കുറച്ചൊരു നല്ല റോഡുമ്മലെത്തി. അവിടെ നിന്ന് പിന്നെ കാലെല്ലാം കഴുകി. എൻ്റെ മോക്കേനെ നാളെ പനി വരുമോ ഇല്ലയോ എന്നല്ല ഇനി നമുക്ക് നാളെ പറയേണ്ടി വരും. പിന്നെ ഇത് നമ്മൾ കണ്ടെത്തിപ്പോയതിൻ്റെ തലേ ദിവസത്തെ രാത്രിയാണ്. തലേ ദിവസം ഒരു പ്രത്യേകത ഉണ്ടായിന്, അതായത് August 3 എൻ്റെ ബർത്ത്ഡേ ആണ്. എനിക്ക് 24 വയസ്സായി. അപ്പോൾ വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും ആക്കുന്നില്ല, വലിയ പരിപാടിയൊന്നുമില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേനും ഉണ്ടായിന്. പിന്നെ ഞാൻ വെറുതെ ഇങ്ങോട്ടേക്ക് വന്ന് പിന്നെ ഫുഡ് എന്തായാലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ എന്തായാലും ആക്കണം, എന്തായാലും കഴിക്കണം. അപ്പം പിന്നെ നമ്മൾ ബിരിയാണിയാണ് സെറ്റാക്കിയത്. ബിരിയാണി കഴിച്ചിട്ട് നോക്കുമ്പോൾ എനിക്കൊരാൾ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് എനിക്കൊരാൾ ഗിഫ്റ്റെല്ലാം കൊണ്ടുത്തന്ന്. വേറെ ആരുമല്ല, എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഹസ്ബൻഡ് കൊടുത്തയച്ചേ. ഓന് ഷോപ്പിൽ നിന്ന് വരാൻ ലേറ്റ് ആകുന്നതുകൊണ്ട് തന്നെ ഇത് ഓർഡർ ചെയ്തവർ ഷോപ്പ് ക്ലോസ് ചെയ്യേണ്ട സമയമായാലും അവർ തന്നെ എനിക്ക് കൊണ്ടുത്തന്ന്. അപ്പം ഞാൻ ഇപ്പോൾ നല്ല കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു എനിക്കൊരു റിംഗ് ലൈറ്റ് ആവശ്യമുണ്ട്. ഈ കിച്ചണിലെല്ലാം വീഡിയോ എടുക്കുമ്പോൾ ക്ലാരിറ്റിക്ക് നല്ല കുറവുണ്ട്, കുറച്ച് വെളിച്ചത്തിന് കുറവുണ്ട് എന്നല്ലോ. പിന്നെ അത് കിട്ടിയാൽ പിന്നെ അതിൻ്റെ മൊഞ്ച് കുറേ സമയം നോക്കണമല്ലോ. അതെല്ലാം പിന്നെ ഓരോരുത്തരായിട്ടെല്ലാം നോക്കി. പിന്നെ ഇതെൻ്റെ ഉമ്മ എനിക്ക് വേണ്ടിയിട്ട് കേക്കെല്ലാം പറഞ്ഞു. ഇതൊന്നും ഞാൻ അറിയേയില്ല എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ മൈൻഡിൽ പോലും കൊടുത്തിട്ടില്ല ഉമ്മയൊന്ന് കേക്കിന് ഓർഡർ കൊടുക്കുമെന്ന്. പിന്നെ അതെല്ലാം മുറിച്ച് അൽഹംദുലില്ലാ നല്ല രീതിക്ക് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബായ്.